ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കാലത്ത് ദൈവം ഓർത്ത് മഹത്വപ്പെടുത്താൻ കഴിയാതെ, നന്ദി കാണിപ്പാൻ കഴിയാതെ, നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന്, ജ്ഞാനികളെന്ന് പറഞ്ഞ് മുടന്മാരായി തീർന്ന് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ അക്ഷയനായ ദൈവത്തിന്റെ ദയസിനെ ക്ഷയമുള്ളവൻ മനുഷ്യനും പക്ഷിയും നാൽക്കാലികളും ഇഴയാദികളും ഒക്കെ ആക്കി തീർത്ത് സൃഷ്ടിച്ചവനെ ഭയിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് അഖിലാണ്ടത്തിന്റെ ഉടവിനായ സർവശക്തനായ ദൈവം ഒന്ന് വിളിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. ഒരു കാലത്ത് ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്നു. അമ്പരച്ചൊമ്പികളായിരിക്കുന്ന പടുകുറ്റം ബംഗ്ലാവുകളും ഒഴുകി നടക്കുന്ന വെപ്പലുകളും പറന്നു നടക്കുന്ന വിമാനങ്ങളും മനുഷ്യൻ കണ്ടെത്തി. ചന്ദ്രമണ്ഡലത്തിൽ പോലും മനുഷ്യൻ കടന്നു ചെന്ന് കല്ലും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന് കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറയുകയും എന്നത്തെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നേക്ക് ഏതാണ്ട് 45 വർഷത്തിന് മുമ്പ് ആഫ്രിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ലിബിയയിൽ വെച്ച് സർവശക്തനായ ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവമായെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ ഏതാണ്ട് ചെറിയതും വലുതുമായ കേസുകളിൽ 6-7 കേസിൽ 7ാമത്തെ കേസ് പ്രതിയായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. തിരുവല്ല സ്വദേശിയായ ഒരു ദൈവദാസന് അവിടെ പരിചയമുണ്ടായിരുന്നു. എൻ്റെ അടുക്ക കടന്നു വന്നു, കാര്യങ്ങളൊക്കെ തിരക്കി എന്നോട് പറഞ്ഞു, കുറിപ്പേ, ഞങ്ങളൊക്കെ ചെയ്ത കാര്യം നിസ്സാരമാണ്, എന്നാൽ കുറിപ്പ് ചെയ്ത കാര്യം വലിയതാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോകണമെന്നൊരിയിൽ ഉടുതുണിയോടുകൂടി അവർ വീഴത്തുള്ളൂ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ ഇതിൽ നിന്നൊക്കെ വിടുതൽ തരും. ഞാൻ പറഞ്ഞു, വേണ്ട, ക്രിസ്ത്യാനിയുടെ ദൈവത്തെ എനിക്ക് വേണ്ട. കാരണം എൻ്റെ കുടുംബത്തിൽ 5 അമ്പലമുണ്ട്, 33 കോടി ദേവന്മാരും 66 കോടി അസുരഗണങ്ങളും ഞങ്ങളുടെ ദൈവങ്ങളായിട്ടുള്ളപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ പിന്നെ ഞങ്ങൾ വരുന്നില്ല. അത് തന്നെയല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വരെ ദൈവം പ്രസാദിച്ചതുകൊണ്ട് ആ ദൈവദാസനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഈ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. താൻ ആ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുക്ക വരുന്നതിന് മുമ്പ് ഓഫീസിൽ നാൾ വന്ന് എന്നെ വിടുവിച്ചു. എനിക്ക് പകരം വേറൊരാളെ ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടു. എത്ര സ്നേഹമുള്ള ദൈവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് 2 ആഴ്ചക്കാലം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് വേറെ ജോലിയിലേക്ക് എന്നെ വിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ലെന്ന് പറയാനിരിക്കുമ്പോഴാണ് ദൈവദാസൻ അവിടെ കടന്നു വന്ന് എന്നെ ഇന്ത്യയിൽ വിട്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് കടന്നു വന്നിട്ട് എന്നെ തിരക്കി. അപ്പം എനിക്കൊരു പണിഷ്മെന്റ് തന്ന് എന്നെ വേറെ ജോലിയിലേക്ക് ആക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞ് അവിടെ വന്നു. എന്നോട് ചോദിച്ചു, നാട്ടിൽ പോയില്ലേ? ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ദൈവം എന്നെ വിടുവിച്ചു. ആ ദൈവം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞു താൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ ഏതാണ്ട് രാത്രി, ഈ നവംബർ 17 ആകുമ്പോൾ 45 വർഷത്തോളം ആകും. നവംബർ 17 ഇന്ന് കഴിഞ്ഞ് 22 ദിവസമായി ഇന്ന് നവംബർ. എന്നാൽ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം ആ നവംബർ 17 രാത്രി 10 മണിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവം ആരാന്ന് ദൈവം വെളിപ്പെടുത്തി തന്നു. ഞാനും ആ ദൈവദാസനും ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ദൈവത്തെ പ്രസാദിക്കാൻ പറഞ്ഞു. ഇല്ല, എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എനിക്കറിയത്തില്ലെന്ന് പറയുന്നത്. ഇത് നാട്ടിലായിരുന്ന ഒരു അമ്പലത്തിൽ പോയിട്ട് അവലോ മലരോ ശർക്കരയോ കൊട്ടത്തേങ്ങയോ കദളിപ്പഴമോ ഒക്കെ മേടിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കൊടുക്കാം. എന്നാൽ ക്രിസ്തുവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, കുറിപ്പൊരു കാര്യം ചെയ്യാം, സ്തോത്രം എന്ന് ഉച്ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറഞ്ഞു. സ്തോത്രം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ സ്തോത്രം എന്ന് ഇടമുറകിന്റെ മുൻ സരിടമുറകും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് INA മാർക്കറ്റിന്റെ ആ ഭാഗത്ത് മലയാളികൾ വരുന്നിടത്ത് സ്തോത്രം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ സ്തോത്രം എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഓർത്തു. തള്ളിപ്പറഞ്ഞ അതേ വാക്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എന്നെ പ്രസാദിച്ചു. ആര് തള്ളിപ്പറഞ്ഞു അതേ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ ദൈവം അവസരം തരുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. പ്രിയ ദൈവമക്കളെ, വലിയ ഒരു അത്ഭുതമാണ് എനിക്കുണ്ടായത്. ദൈവദാസൻ എന്നോട് പറഞ്ഞു, സ്തോത്രം എന്ന് ഉച്ചരിക്കുക. ഞാൻ മനസ്സിലിങ്ങനെ ഉള്ളുകൊണ്ട് സ്തോത്രം എന്ന് ഉച്ചരിച്ചുകൊണ്ടിരുന്നു. കാരണം വെളിയിലോട്ട് പറയാൻ എനിക്ക് നാണം തോന്നി. ഞാൻ തള്ളിപ്പറഞ്ഞ വാക്കല്ലേ. എന്നാൽ ദൈവദാസൻ എന്നെ ഭാഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മിനിറ്റുകൾ കഴിഞ്ഞു. ഏതാണ്ട് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. 90 മിനിറ്റ് കഴിഞ്ഞു.
ദൈവദാസന്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ദൈവാത്മാവിനെ ഉയരത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കുന്ന വലിയൊരു അനുഭവം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആത്മാവാണ്, ആത്മാവാകുന്ന എന്നെ നീ ആത്മാവിനും സത്യത്തിനും ആരാധിക്കണം. എന്നെ മാനിക്കുന്നവരെ ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ടോളാൻ പറയുന്നു. കൺമഞ്ചിപ്പിക്കുന്നതും മനോഹരമായിരിക്കുന്ന ശബ്ദങ്ങൾ, വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ര കൗതുകമേറിയ വസ്തുക്കൾ മറ്റൊന്നെന്നെ കാണിച്ചു. ഭയാനകവും ഭീവത്സവുമായിരിക്കുന്ന അയ്യമ്പലിയുടെയും കൂരിരുട്ടിൻ്റെയും ഒരു അവസ്ഥ. ഇതിലേത് നിനക്ക് വേണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സർവേശ്വര, ഇങ്ങനെ പറഞ്ഞ ദൈവമേ, ഇതൊന്നും ഏത് വേണമെന്ന് ചോദിപ്പാൻ ഒരു യോഗ്യത എനിക്കില്ല. ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടുള്ളവരാ. നിന്റെ ഇഷ്ടം ഏതോ അതെനിക്ക് തരാൻ പറഞ്ഞു. എങ്കിലും നീ എൻ്റെ വചനം എടുക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിളും കൊണ്ടല്ല പോയത്. എൻ്റെ പിതാവിൻ്റെ പാരമ്പര്യമുള്ള അഴമൊഴും നീളമുള്ള പിച്ചാത്തിയും കൊണ്ടാണ് ഞാൻ ആ നെൽവിയായി പോയത്. എൻ്റെ കൂട്ട് അത് മാത്രമാണ്. നാട്ടിലും അങ്ങനായിരുന്നു. എന്നാൽ സർവേശ്വരൻ എൻ്റെ മുമ്പിൽ ഒരു സ്ക്രീനിൽ എന്ന് വന്നു എന്നെ കാണിച്ചു തന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ലോകസ്ഥാപനം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നിട്ടും ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന് ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢന്മാരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, എഴിയാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞ് അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ പഴിച്ച് ആരാധിച്ചു. ഈ ഭാഗങ്ങൾ എന്നെ പഠിപ്പിച്ചു. സ്ക്രീനിലൊന്നുകൊണ്ട് എഴുതി മതം എന്താണെന്നും ആചാരം എന്താണെന്നും ഇന്നത്തെ ആരാധനകൾ എന്താണെന്നും ഒക്കെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു. ഞാനും ദൈവാത്മാവും കൂടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസം പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനിങ്ങനെ നിശ്ചലമായി ജീവനില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ട് പുള്ളി ഭയപ്പെട്ടു. പുള്ളി എന്താ സംഭവിച്ചെന്ന് എന്നെ കുലുക്കി വെച്ച് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഈ ഭാഗം എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ബൈബിൾ അതിനു മുമ്പ് വായിച്ചിട്ടില്ല. ദൈവദാസനെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ എടുത്ത് നിവൃത്തു നോക്കിയതും റോമാലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം തൊട്ടാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ദൈവം എഴുതി തന്ന കാണിച്ച അതാണ് എന്നെ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കാനിടയായി തരുന്നത്. അന്ന് തൊട്ട് ജോലിയൊക്കെ കളഞ്ഞിട്ട് ലിബിയയുടെ പ്രദേശത്ത് ദൈവദാസനോടൊപ്പം തൻ്റെ കാറ് വിട്ടു തരും. എവിടെയൊക്കെ മലയാളികളുണ്ടോ, കൂട്ടായ്മകളൊക്കെ നടന്നുണ്ടോ അവിടെ തേടി പിടിച്ച് കടന്നുപോയി ഞാൻ കണ്ട കർത്താവിനെ സാക്ഷീകരിപ്പാനിടയായി തീർന്നു. 1980 നവംബർ 17-ാം തീയതി എനിക്ക് എൻ്റെ കർത്താവിനെ കാണുവാൻ ഇടയായിത്തീരുന്നു. 1981 ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങി പോയിരുന്നു. ഡൽഹിയുടെ ആന്ധ്രാപ്രദേശത്ത് കടന്നു വന്ന് എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും അവിടെ വെച്ച് 1981 ആഗസ്റ്റ് 23-ാം തീയതി പകല് ഞായറാഴ്ച 1:15 മണിക്ക് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഓക്കലി എന്ന് പറഞ്ഞ സ്ഥലത്ത് യമുനാ നദിയിൽ എനിക്ക് കർത്താവിനെ സാക്ഷീകരിപ്പാൻ ജലത്തിൽ ദൈവം അവസരം ഒരുക്കി തന്നു. അന്ന് തൊട്ട് സുവിശേഷ വേലയാണ്. ഇന്ന് വരെയും ആ വേല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ മാനിച്ചും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ മഹത്വീകരിച്ചും ദൈവത്തെ ഉയർത്തിയൊന്നും ജീവിക്കുകയാണ്. 45 വർഷത്തോളമായി ദൈവം വലിയവനെന്ന് പറയുവാൻ ആയിരങ്ങളോട് അത് ദേശങ്ങളിൽ ഒക്കെ കടന്നുപോയി എൻ്റെ കർത്താവിനെ എനിക്ക് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഇടിച്ചു പൊട്ടിച്ചതാണ്. യാക്കോക്കാരും കത്തോലിക്കക്കാരും എൻ്റെ വീട്ടിൽ ആരാധന നടത്തിയപ്പോൾ കള്ളക്കേസ് ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വല്ലപ്പള്ളിൽ എന്നെ ഇരുത്തി. അവിടെ നിന്ന് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയില്ലെന്ന് പറഞ്ഞു. പിന്നെ കള്ളക്കേസ് കൊടുത്തതല്ലേ, എനിക്ക് ജാമ്യത്തിന് 2 പേര് വേണം. ദൈവം അതിന് വഴി ഒരുക്കി. കേസ് ഹൈലൈറ്റ് ചെയ്തതുകൊണ്ട് എടുത്തു കളയാൻ ഒക്കാതെ വന്നു.
5 വർഷം കഴിഞ്ഞപ്പോൾ ആ കേസ് വിളിച്ചു. കേസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ വാദി പറഞ്ഞു, നമുക്കിന്ന് അതങ്ങ് ക്യാൻസലാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ദൈവാത്മാവ് ഇടപെട്ടു, അതങ്ങ് ക്യാൻസലാക്കി. പക്ഷേ അന്ന് എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ കടന്നു വന്ന എൻ്റെ കേസ് വിസ്തരിച്ച് ഒരു പകല് 3:30 ഒരു വ്യാഴാഴ്ച, പിറ്റേ വ്യാഴാഴ്ച അതേ അറ്റാക്കായിട്ടോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കാര്യം ദൈവം ആരാണ്? ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായി സർവശക്തനായ ദൈവം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കടന്നു വന്നു 33 ജീവിച്ച് കുരുകൾക്ക് കാഴ്ച കൊടുത്തും ചേഴർക്ക് കേൾവി കൊടുത്തും മുടന്തരെ നടത്തുമാറാക്കിയും കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയും മരിച്ചവരെയും മരിച്ചടക്കാൻ കൊണ്ടവരെയും മരിച്ചടക്കവരെയും ഉയർപ്പിച്ച് താൻ തന്നെ ദൈവമെന്ന് ലോകത്തിൽ വെളിപ്പെടുത്തി. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ നാമം തിരിച്ചറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ മാതാക്കള്, എൻ്റെ പിതാവ്, മാതാവൊക്കെ എനിക്കെതിരായി നിന്നു. എൻ്റെ മാതാവിന് മാറാത്തൊരു വാതയുണ്ടായിരുന്നു. 4 പേരെ കാണുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വയറ് വീർത്ത് വായിന്ന് പമ്പരും മതിയൊക്കെ വന്ന് ഇങ്ങനെ താഴെ വീഴും. ദൈവാത്മാവിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ വീട്ടിൽ എനിക്ക് സാക്ഷിയെ നിൽക്കേണ്ടതിന് വേണ്ടി നീ എനിക്കൊരു അത്ഭുതം ചെയ്തു തരാൻ പറഞ്ഞു. നീ പോയി നിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുമ്പ് ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന വള്ളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ഒരു സഹോദരിയെ വിളിച്ച്, ഞങ്ങള് കുഞ്ഞുമോള് അമ്മമ്മ എന്നറിയാമല്ലോ, പലരും കേട്ടിട്ടുണ്ട്, ചെറാപ്പൂർ, അതായത് കാവുംഭാഗത്ത് കോവൂരെ വീട്ടില്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് അവിടെ പോയി വിവരമറിയാം എങ്ങനെയെന്ന് പറഞ്ഞ ആ സഹോദരി എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആ വിവരം സഹോദരിയോട് പറഞ്ഞു. ഞങ്ങൾ രണ്ടും തിരിച്ചു വന്ന് ഞാനിവിടെ വന്ന് അമ്മയോട് വിവരം പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം മുണ്ടപ്പള്ളി ആശുപത്രിയിലെ ആദ്യകാല ശുശ്രൂഷകര് ദൈവമുള്ളവരായിരുന്നു. അവർ ചികിത്സിക്കുമ്പോൾ ഇതൊക്കെ പറയുമായിരുന്നു. ഞാനത് കേട്ടിട്ടുണ്ട്. എന്നാൽ അമ്മയൊന്ന് വിശ്വസിച്ചിരുന്ന ഇന്ന് ഞാൻ ആരായനെ ഇപ്പൊ വിശ്വസിക്കാൻ പറഞ്ഞു. മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുവരെയുള്ള അമ്മയുടെ ശരീരത്തുള്ള എല്ലാ വാതകളും അകന്നുപോയി. അങ്ങനെ എനിക്കിവിടെ സ്ഥാനം കിട്ടി. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഇത് മനസ്സിലാക്കി താനിത് കടന്നു എന്ന് മറ്റാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കെട്ടി കഴിഞ്ഞപ്പോൾ പണ്ടത്തേനേക്കാൾ തിരുവചനം പറയുന്ന പോലെ 7 ഇരട്ടി ശക്തിയോടുകൂടെ മടങ്ങി വന്നു. അച്ഛന് ഭയം എല്ലാവർക്കും. ദേശത്തെ ഒരു പ്രമുഖ വ്യക്തിയാണ്, ദേശം ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ്. ഞങ്ങളൊക്കെ നേരെയൊന്നും പറയാറില്ല. പക്ഷെ അന്ന് ദൈവാത്മാവിന്റെ ശരീരത്തിൽ ശക്തിയോടെ വന്നിട്ട് എൻ്റെ അമ്മയുടെ കയ്യെ കെട്ടിയ ആ ഏലസ് വലിച്ചു പൊട്ടിച്ചിട്ട് പറഞ്ഞു, നസറേനായ യേശുവിന്റെ നാമത്തിൽ പിശാചപ്പൂ, ഇത് നിന്റെ നാമത്താൽ രക്ഷിക്കപ്പെട്ട ശരീരമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കണ്ടത്തിലോട്ട് വലിച്ചെറിഞ്ഞു. അന്ന് ആ പോയ വാത എന്നേക്കുമായി പോയി. അമ്മ സ്വസ്ഥമായി. ഇത് കണ്ടപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, അത് അങ്ങനെ അനവധി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. ഇന്നും ദൈവത്തെ ദൈവനോർത്ത് മഹത്വപ്പെടുത്തുവാൻ പലർക്കും കഴിയുന്നില്ല. അനാചാരം കൊണ്ടും അന്ധവിശ്വാസം കൊണ്ടും നേർച്ച കാഴ്ച കൊണ്ടും മനുഷ്യൻ ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കന്യാസുതനായി ഈ ലോകത്തിൽ അവതരിച്ച കർത്താവ് വേദങ്ങളെ പറഞ്ഞിരിക്കുന്ന യജ്ഞപുരുഷനും പ്രജാപതിയും മൂലമില്ലാത്ത നരനും അവനാണ്. ക്രിസ്തുവിനെ കുറിച്ച് സകല വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആർഷവാരത്തിലെ ശിഷ്യന്മാർ പോലും ഈ സത്യം വിളിച്ചറിഞ്ഞിട്ടാണ് അവർ കരയുണ്ടായത്, ജനത്തെ നോക്കിക്കൊണ്ട്. ഈ അസത്യത്തിൽ നിന്ന് ജനത്തെ സത്യത്തിലേക്ക് നയിക്കണമെന്നും ഇങ്ങനെ പോയാൽ അവർക്ക് മരണമാണ്, മരണത്തിൽ നിന്ന് അവരെ ജീവനിലേക്ക് നയിക്കണമെന്ന് ഭാരതത്തിലെ ശിഷ്യന്മാർ 1000 ആണ്ടുകൾക്ക് മുമ്പ് കരഞ്ഞു പറയുകയുണ്ടായി. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് കരുണാമയൻ ലോകത്ത് വെളിപ്പെട്ട് ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവനെന്ന് വെളിപ്പെടുത്തി തൻ്റെ അരുമ ശിഷ്യനായിരിക്കുന്ന തോമസിനെ ഈ ഭാരതത്തിലേക്ക്, കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടു. നമുക്കറിയാം ചരിത്രം. AD 52 വന്നെന്നും തോമസ് മൈലാപ്പൂരിൽ വെച്ച് കർത്താവിന് വേണ്ടി ജീവിത്യാഗം സംഭവിച്ചതൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്.
കെട്ടുകഥയല്ല, അമ്മമ്മക്കഥയല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. ആ സത്യവചനം അത് ഉൾക്കൊള്ളുവാൻ, അത് അംഗീകരിപ്പാൻ, അത് അനുസരിപ്പാൻ, അതിനെ പിൻപറ്റുവാൻ പ്രിയ ദൈവമക്കളെ നിങ്ങളെ ലജിക്കേണ്ടതില്ല. അനാചാരം വിട്ട്, അന്ധകാരം വിട്ട്, നേർച്ച കാഴ്ചകൾ വിട്ട്, മറിയ ആരാധന വിട്ട്, പുരോഹിതന്മാരോടുള്ള ആരാധന വിട്ട്, അന്ന് മറിയ ആരാണെന്ന് ജനത്തിന് അറിയത്തില്ലായിരുന്നു. ഖാനാവൂരിലെ കല്യാണത്തെങ്കിൽ അവരുടേതായ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മറിയ എന്ന മോനോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു. യേശു പറഞ്ഞു, അമ്മേ, എനിക്കും നിനക്കും ഈ കാര്യത്തിൽ എന്താ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്താ കാരണം? അഴുകി വരാഞ്ഞതുകൊണ്ട്. പക്ഷെ ചെയ്തു കൊടുത്ത എന്താ? അമ്മയായാലും അവിശ്വസിക്കുക. ആ വിശ്വാസം മറിയയിൽ വരാതിരിക്കാൻ സമയമല്ലാഞ്ഞിട്ടും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവർക്ക് സന്തോഷം തിരികെ കൊടുത്തു. എന്താ കാരണം? അതിന് തെളിവ് പറഞ്ഞുതരാം. യേശു ക്രിസ്തു ആരാണെന്ന് ലോകത്തെ വെളിപ്പെടുത്തി കൊടുത്ത ശ്രാവക യോഹന്നാൻ. യേശു ലോകത്തിൽ ജനിപ്പാനായിട്ട് മറിയയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് എലിസബത്തിന് 6-ാം മാസമാണ്. അവർ തമ്മിൽ കണ്ടപ്പോൾ ഉള്ള ഉള്ളിൽ കിടന്ന് തുള്ളിയ ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. സ്നാനപ്പെടാൻ വന്നപ്പോൾ യേശുവിനോട് പറയും, നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്, നിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ ആ യോഹന്നാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് വഴിയൊരുക്കാൻ വന്നവൻ പ്രതികൂലത്തിലും പ്രതിസന്ധിയിൽ അകപ്പെട്ട് ജയിലിലായി കഴിഞ്ഞപ്പോൾ തന്റെ വിശ്വാസത്തിന് മങ്ങലേറ്റു. താൻ പറയുകയുണ്ടായി. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ശിഷ്യന്മാരെ വിളിച്ചേച്ചു, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം ചെയ്യുക, അവനോട് ചോദിര്, വരുവാനുള്ളത് നീയോ അതോ ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണമോ? ഏത് വിശ്വാസിയാണേലും പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ പതറിപ്പോകാറുണ്ട്. അങ്ങനെ യോഹന്നാൻ പതറിപ്പോയി, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയി എന്ന് നമുക്ക് കാണാം. അങ്ങനെ മറിയയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് സമയമല്ലാതെ ഇരുന്നിട്ടും കർത്താവായ യേശു ക്രിസ്തു അമ്മയുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തത്. നമ്മുടെ പലരുടെയും വിശ്വാസം പോയി പോകാതിരിക്കാനാണ് ദൈവം നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ മാന്യത കൊണ്ടൊന്നല്ല, തൻ്റെ ചങ്കിലെ ചോര തന്ന് നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമ്മൾ ആരും നശിച്ചുവാൻ ആഗ്രഹിക്കുന്നില്ല. ആരും നശിക്കാതെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് ഇന്നും. ഇനി ഒരു കാര്യം പറയട്ടെ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രിയന്റെ വരവിന്റെ മാറ്റിലി നമ്മുടെ കാതുകളിൽ മുഴങ്ങിയാണ്. സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിൻ്റെയും അവസാനം വന്നെത്തി കഴിഞ്ഞിരിക്കുക. അന്ത്യകാലത്ത് നടക്കേണ്ട സംഭവങ്ങൾ കർത്താവ് പറയുകയുണ്ടായി. കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് ശിഷ്യന്മാർ ചോദിച്ചോ പറയുകയുണ്ടായി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ തലകളെ ഉയർത്തണം. സാത്താൻ അടുക്കൽ വാതുക്കെ തന്നെയുണ്ട്, അവനടുക്കൽ വാതുക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പിടിപ്പാതിരിപ്പാൻ, നിങ്ങളെ നശിപ്പാതിരിപ്പാൻ നിങ്ങളെ തന്നെ നിയന്ത്രിക്കണം എന്ന് കർത്താവ് പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, യാതിയോട് കലഹിക്കും, രാജ്യം രാജ്യത്തോട് കലഹിക്കും, ക്ഷാമങ്ങളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, മാരക രോഗങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, 2018 ലോകത്തെ ഞെട്ടിച്ച കൊറോണ. സോപ്പിന്റെ കഥ കണ്ടാൽ പേടിക്കുന്നത്. അമ്പലം അടച്ചു, പള്ളി അടച്ചു, മോസ്ക് അടച്ചു. വിശ്വാസത്തിൽ നിന്ന് ജനം അകന്നുപോയി. സ്വന്തം മാതാവിന്റെ ശവ അടക്കത്തിന് പോലും കടന്നു പോകാൻ കഴിയാതെ, ഒന്ന് പ്രസവിച്ച മാതാവിന് ഒരു ഉമ്മ കൊടുക്കാൻ പോലും കഴിയാതെ എത്രയോ ശവങ്ങൾ തള്ളിയിട്ട് കുഴിച്ചുമൂടി. എന്നിട്ടും മാരകമായ രോഗങ്ങൾ പടർന്നു വരുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ടും ജനം ദൈവത്തെ മാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. യാതിയോട് കലഹിക്കുന്നു, രാജ്യത്തോട് കലഹിക്കും. ക്ഷാമങ്ങള്, ഭൂകമ്പങ്ങള്, എത്ര യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അവന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ മാനിച്ച്, അവനെ സ്നേഹിച്ച്, അവനെ സേവിച്ച്, അവനെ ആരാധിച്ച്, അവനെ പുകഴ്ത്തി, അവനെ വാഴ്ത്തി, അവനെ ഉയർത്തി ഈ പന്തക്കണം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം ഞാൻ അനുഭവിച്ച ഈ ആത്മീയ സത്വം, ഈ ആത്മീയ സന്തോഷം നിങ്ങൾ അനുഭവിപ്പാൻ, എന്നെ കേൾക്കുന്നവരെ നിങ്ങളും കർത്താവിൻ്റെ മക്കളായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.